നമ്മളെ ഫോർത്ത് സെമസ്റ്ററിലെ ഫസ്റ്റത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് തിയറി ഓഫ് എസ്റ്റിമേഷനാണ്. സോ എന്താണ് തിയറി ഓഫ് എസ്റ്റിമേഷൻ, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ അതിൻ്റെ റെലവൻസ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. സോ വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ടു ഡ്രോ inference about a population from the analysis of a sample drawn from that population. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോപ്പുലേഷൻ ഉണ്ടാവും. ഈ പോപ്പുലേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സാമ്പിൾ എടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ സാമ്പിളിനെ കുറിച്ച് അനാലിസിസ് നടത്തും. അതായത് നമുക്കൊരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നു, ആ പോപ്പുലേഷനിൽ നമ്മളൊരു സാമ്പിൾ എടുക്കും, എന്നിട്ട് നമ്മൾ ഈ സാമ്പിളിൽ നമ്മൾ അനാലിസിസ് ഒക്കെ നടത്തും. എന്നിട്ട് ഈ സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പോപ്പുലേഷനെ കുറിച്ചുള്ള നമ്മളെ ഫൈൻഡിങ്സ് പറയും. ഓക്കെ, സോ നമ്മൾ പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുന്നത് സാമ്പിൾ അനലൈസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ് എന്ത്, എസ്റ്റിമേഷനും ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസും. ഈ മൊഡ്യൂളിൽ നമ്മൾ എസ്റ്റിമേഷൻ പഠിക്കും, സെക്കൻഡ് മൊഡ്യൂളിലാണ് നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് പഠിക്കുന്നത്. ഓക്കെ, അതാണ് ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. വൺ ഓഫ് ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് is to draw inferences about a population from the analysis of a sample drawn from that population. Okay, സോ നമ്മൾ ഒരു പോപ്പുലേഷനെ കുറിച്ചിട്ട് ഇൻഫറൻസ് നടത്തുകയാണ്. എങ്ങനെയാണ് നമ്മളൊരു പോപ്പുലേഷനെ കുറിച്ചിട്ട് ഇൻഫറൻസ് നടത്തുന്നത് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുന്നത്? ആ പോപ്പുലേഷനിൽ ഒരു സാമ്പിൾ എടുക്കുന്നു, എന്നിട്ട് ആ സാമ്പിളിൽ നമ്മൾ അനാലിസിസ് നടത്തുന്നു, എന്നിട്ട് ഈ സാമ്പിളിന് കിട്ടിയ കൺക്ലൂഷൻസൊക്കെ നമ്മളെ പോപ്പുലേഷനിലേക്ക് ഇൻഫർ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇനി സ്റ്റാറ്റിസ്റ്റിക്സിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണുള്ളത്. അത് ഏതൊക്കെയാണ്? ഒന്ന് എസ്റ്റിമേഷൻ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചാണ്, അതേപോലെ തന്നെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസും. ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ എന്ത് പഠിക്കും? എസ്റ്റിമേഷൻ പഠിക്കും. ഫോർത്ത് സെമസ്റ്ററിലെ രണ്ടാമത്തെ മൊഡ്യൂളിലാണ് നിങ്ങൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് പഠിക്കുന്നത്. ഓക്കെ, നൗ ഈ എസ്റ്റിമേഷൻ തിയറി ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ പ്രൊഫസർ R.A. ഫിഷർ. ഓക്കെ, R.A. ഫിഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഫാദർ ഓഫ് സയൻറ്റിസ്റ്റാണ് R.A. ഫിഷർ. R.A. ഫിഷറാണ് തിയറി ഓഫ് എസ്റ്റിമേഷൻ എന്ത് ചെയ്യുന്നത്, പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റാണ് പാരാമീറ്റർ സ്പേസ്. എന്താണ് പാരാമീറ്റർ സ്പേസ് എന്ന് നോക്കാം. സി, ലെറ്റ് us consider a random variable x with PDF f of x theta. ഓക്കെ, സോ നമുക്ക് ഒരു റാൻഡം വേരിയബിൾ x ഉണ്ട്, ഇതിൻ്റെ PDF തന്നിട്ടുണ്ട്. PDF എന്താണ്? f of x theta. പലപ്പോഴും നമുക്ക് എന്തറിയായിരിക്കും, ഈ എഫ് ഓഫ് എക്സ് തീറ്റേൻ്റെ ഫങ്ഷണൽ ഫോം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ 1/√2 പൈ സിഗ്മ ഇ പവർ മൈനസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ, ഇങ്ങനെ നമുക്ക് എന്തുണ്ട്, PDF നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. ഇതേപോലെ തന്നെ ലെറ്റ്സ് സേ നമുക്കൊരു റാൻഡം വേരിയബിൾ എക്സ് ഉണ്ട്, അതിൻ്റെ PDF എഫ് ഓഫ് എക്സ് തീറ്റ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഈ PDFൻ്റെ ഫങ്ഷണൽ ഫോം അറിയായിരിക്കും, ബട്ട് ഈ തീറ്റ വാല്യൂ എന്താണ്? തീറ്റ വാല്യൂ എന്തായിരിക്കും? അൺനോൺ ആയിരിക്കും. സി, let us consider a random variable x with PDF fx theta. In most common applications, though not always, the functional form of the population distribution is assumed to be known. അതായത് പല സിറ്റുവേഷൻസിലും, ഇനി ഇത് ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ട്, ബട്ട് ഇൻ ജനറൽ നമുക്ക് എന്തായിരിക്കും, ഈ PDF fx തീറ്റേൻ്റെ ഫങ്ഷണൽ ഫോം അറിയാമായിരിക്കും, എക്സെപ്റ്റ് ഫോർ ദ വാല്യൂ ഓഫ് സം അൺനോൺ പാരാമീറ്റേഴ്സ് തീറ്റ വിച്ച് മേ ടേക്ക് എനി വാല്യൂ ഓൺ എ സെറ്റ് ക്യാപിറ്റൽ തീറ്റ. സോ എന്ത് പറഞ്ഞു, നമുക്കൊരു റാൻഡം വേരിയബിൾ എക്സ് ഉണ്ട്, അതിൻ്റെ PDF എഫ് ഓഫ് എക്സ് തീറ്റ ആണെന്ന് പറഞ്ഞു. സോ ഈ എന്താ പറയുക, ഡിസ്ട്രിബ്യൂഷനില്ലേ, ഈ PDF PMF ഇതിൻ്റെയൊക്കെ ഫോം നമുക്കറിയായിരിക്കും, അതിൻ്റെ ഫങ്ഷണൽ ഫോം അറിയായിരിക്കും. ബട്ട് ആ ഫങ്ഷണൽ ഫോമിൽ തന്നെ നമുക്കറിയാത്ത ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിലിപ്പോൾ ഏതാണ്? തീറ്റേൻ്റെ വാല്യൂ എന്ത് ചെയ്യണമെന്നില്ല, നമുക്ക് അറിയണമെന്നില്ല. ബട്ട് ഈ തീറ്റ വാല്യൂ എന്താണ്? ഈ തീറ്റ വാല്യൂ ഈ ക്യാപിറ്റൽ തീറ്റയിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കും. This parameter theta which may take any value on a set capital theta. ഈ തീറ്റ ക്യാപിറ്റൽ തീറ്റയിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ ക്യാപിറ്റൽ തീറ്റേനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പാരാമീറ്റർ സ്പേസ്. എന്താണ് പാരാമീറ്റർ സ്പേസ്? സോ നമുക്കൊരു റാൻഡം വേരിയബിൾ എക്സ് ഉണ്ട്, അതിൻ്റെ PDF എഫ് എക്സ് തീറ്റ ആണ്. എപ്പോഴും എന്താണ്, പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അറിയായിരിക്കും, അതിൻ്റെ ഒരു ഫങ്ഷണൽ ഫോം നമുക്കറിയായിരിക്കും, ജനറൽ കേസിലാണ്. ഇനി എന്താണ്, ഈ
ഫങ്ഷണൽ ഫോം അറിയാം, പക്ഷേ അതിൽ തന്നെ നമുക്ക് എന്തുണ്ടാവും, അൺനോൺ വാല്യൂസ് ഉണ്ടാവും. ചില പാരാമീറ്ററിൻ്റെയൊക്കെ അൺനോൺ വാല്യൂസ് ഉണ്ടാവും. ജസ്റ്റ് ഇൻ കേസ് ചിലപ്പോൾ നമുക്ക് തീറ്റേൻ്റെ വാല്യൂ അറിയുണ്ടാവില്ല. ബട്ട് ഈ തീറ്റ എന്താണ്, ഒരു ക്യാപിറ്റൽ തീറ്റയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആണ് എടുക്കുക. ദാറ്റ് ഈസ് തീറ്റ ബിലോങ്സ് ടു ക്യാപിറ്റൽ തീറ്റ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ക്യാപിറ്റൽ തീറ്റേനെ വിളിക്കുന്ന പേരാണെന്ത്, പാരാമീറ്റർ സ്പേസ് എന്ന്. സോ ദ സെറ്റ് ക്യാപിറ്റൽ തീറ്റ വിച്ച് ഇസ് ദി സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് തീറ്റ ഇസ് കോൾഡ് ദി പാരാമീറ്റർ സ്പേസ്. ക്യാപിറ്റൽ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് തീറ്റ. തീറ്റേൻ്റെ പോസിബിളായിട്ടുള്ള വാല്യൂസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരാമീറ്റർ സ്പേസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് പാരാമീറ്റർ സ്പേസ്? പാരാമീറ്റർ സ്പേസ് എന്ന് പറയുന്നത് തീറ്റേൻ്റെ പോസിബിളായിട്ടുള്ള എല്ലാ വാല്യൂസ്, തീറ്റ എടുക്കാൻ സാധ്യതയുള്ള എല്ലാ വാല്യൂസിൻ്റെയും സെറ്റിനെ നമ്മൾ എന്ത് പറയും, പാരാമീറ്റർ സ്പേസ് എന്ന് പറയും. ഓക്കെ. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ല, ഒരു ഫാമിലി ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് അടുത്ത ലൈനിൽ പറഞ്ഞിരിക്കുന്നത്. സച്ച് എ സിറ്റുവേഷൻ ഗിവ് റൈസ് നോട്ട് ടു വൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതായത് തീറ്റയ്ക്ക് ഒരു വാല്യൂ അല്ലല്ലോ, തീറ്റ എന്താണ്, ഈ പാരാമീറ്റർ സ്പേസിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കാം. സോ ദിസ് ഗിവ് റൈസ് ടു നോട്ട് ജസ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ ബട്ട് എ ഫാമിലി ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതിന് നമ്മൾ എങ്ങനെ എഴുതുക, എഫ് ഓഫ് എക്സ് തീറ്റ ആൻഡ് ഈ തീറ്റ വാല്യൂ ബിലോങ്സ് ടു ക്യാപിറ്റൽ തീറ്റ. ക്യാപിറ്റൽ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, പാരാമീറ്റർ സ്പേസ്. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം, അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പം എത്രയും എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? നമ്മൾ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്, നമ്മൾ പോപ്പുലേഷനെ കുറിച്ച് എന്ത് ചെയ്യാണ്, പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുകയാണ്. എങ്ങനെയാണ് പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുന്നത്? പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ എടുക്കും, എന്നിട്ട് ആ സാമ്പിളിലെ അനാലിസിസ് നടത്തും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിസൾട്ട്സ് പോപ്പുലേഷന് എന്താണ്, നമുക്ക് സാമ്പിളിൽ നിന്ന് കിട്ടിയ റിസൾട്ട് നമ്മൾ പോപ്പുലേഷന് ഇൻഫർ ചെയ്ത് കൊടുക്കും. ഇതാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ മെയിനായിട്ട് ചെയ്യുന്നത്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണുള്ളത്. ഒന്ന് തിയറി ഓഫ് എസ്റ്റിമേഷനും അല്ലെങ്കിൽ എസ്റ്റിമേഷനും, രണ്ടാമത്തത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസും. ഈ മോഡ്യൂളിൽ നമ്മൾ എന്ത് പഠിക്കും, എസ്റ്റിമേഷൻ തിയറി പഠിക്കും. ഇനി എസ്റ്റിമേഷൻ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് R.A. ഫിഷർ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. അടുത്ത കോൺസെപ്റ്റാണ് എന്ത്, പാരാമീറ്റർ സ്പേസ്. ഇതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റാൻഡം വേരിയബിൾ എക്സ് കൺസിഡർ ചെയ്യുക. അതിൻ്റെ PDF എഫ് ഓഫ് എക്സ് തീറ്റ ആണെന്ന് തന്നിട്ടുണ്ട്. യൂഷ്വലി നമുക്ക് എന്തറിയാം, ഈ PDF അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഒരു പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫങ്ഷണൽ ഫോം നമുക്കറിയാം. അതിൻ്റെ ഒരു ഫോം എന്താണ്, ഇപ്പോൾ എഫ് ഓഫ് എക്സ് തീറ്റ തന്നാൽ ലെറ്റ് ഇറ്റ് ബി, ചിലപ്പോൾ എന്തായിരിക്കാം, 1/θ e⁻x/θ, അങ്ങനെ ഏതെങ്കിലും ഒരു ഫോമിലായിരിക്കും. ഇതിൻ്റെ ഫങ്ഷണൽ ഫോം നമുക്കറിയാം, പക്ഷേ തീറ്റേൻ്റെ വാല്യൂ എന്താണ്, അൺനോൺ ആണ്. ആൻഡ് ഈ തീറ്റ വാല്യൂ എന്താണ്, ബിലോങ്സ് ടു ക്യാപിറ്റൽ തീറ്റ. തീറ്റ എവിടെയാണ്, തീറ്റ വാല്യൂസ് എടുക്കുന്നത് ക്യാപിറ്റൽ തീറ്റയിലാണ്. ആൻഡ് ഈ ക്യാപിറ്റൽ തീറ്റയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് പാരാമീറ്റർ സ്പേസ്. സോ പാരാമീറ്റർ സ്പേസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് തീറ്റ. The set capital theta which is the set of all possible values of theta. തീറ്റ എടുക്കാൻ സാധ്യതയുള്ള എല്ലാ വാല്യൂസിലെ, തീറ്റ അസ്യൂം ചെയ്യുന്ന എല്ലാ വാല്യൂസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, പാരാമീറ്റർ സ്പേസ് എന്ന് വിളിക്കുക. ഓക്കെ. ഇനി ഒരു എക്സാമ്പിൾ എടുത്തോ. ഇഫ് എക്സ് ഇസ് ഫോളോയിങ് നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ. ഓക്കെ, നമുക്കറിയാം മ്യൂവിൻ്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ -∞ ആൻഡ് ഇൻഫിനിറ്റി. സിഗ്മ സ്ക്വയറിൻ്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് ഇൻഫിനിറ്റി. ഓക്കെ. സോ എക്സ് ഇസ് ഫോളോയിങ്, എക്സ് എന്നുള്ളത് റാൻഡം വേരിയബിൾ, അതെന്താ ഫോളോ ചെയ്യുന്നത്, നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത് വിത്ത് പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് സിഗ്മ സ്ക്വയർ. ഇതിൽ നമുക്ക് നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ എന്ന് പറയുമ്പം അതിൻ്റെ PDF എഴുതാൻ പറ്റില്ലേ? ഇല്ലേ? നമുക്ക് എന്തുണ്ട്, ഒരു ഫങ്ഷണൽ ഫോം ഉണ്ട്. ഇതാണ് ഈ ഫങ്ഷണൽ ഫോം എന്ന് ഉദ്ദേശിക്കുന്നത്. നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താ വരിക, 1/√2π സിഗ്മ e⁻−1/2 x - μ/σ ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോം വരും. ഞാൻ വേണം ഇവിടെ എഴുതാം. ഓക്കെ, ഇതാണ് എന്ത്, എക്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത് വിത്ത് പാരാമീറ്റർ മ്യൂ ആൻഡ് സിഗ്മ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷണൽ ഫോം ഇതാണ്. ഇത് നമുക്കറിയാം, പക്ഷേ ഇതിലെ മ്യൂ വാല്യൂ എന്താണ്, സിഗ്മ വാല്യൂ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. സോ ഈ മ്യൂ വാല്യൂ എന്ന് പറയുന്നത് എവിടുന്നൊക്കെ എവിടം വരെ വാല്യൂസ് അസ്യൂം ചെയ്യാം. മ്യൂ വാല്യൂ ലൈസ് ബിറ്റ്വീൻ -∞ ആൻഡ് ഇൻഫിനിറ്റി. അതേപോലെ സിഗ്മ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് ഇൻഫിനിറ്റി. സോ നമ്മൾ പാരാമീറ്റർ സ്പേസ് ക്യാപിറ്റൽ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, പാരാമീറ്റർ സ്പേസിൽ ഇവിടെ നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണത്, മ്യൂയും സിഗ്മയും, അല്ലേ? അപ്പോൾ
പാരാമീറ്റർ സ്പേസ് ക്യാപിറ്റൽ തീറ്റയിൽ എന്താണ് മ്യൂവും സിഗ്മ സ്ക്വയറും ഉണ്ടാവും. അതിൽ മ്യൂ എവിടെ മുതൽ എവിടം വരെയുള്ള വാല്യൂസ് അസ്യൂം ചെയ്യും? -ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരെ, സിഗ്മ 0 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ്. സോ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമുക്ക് ഒരു പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫങ്ഷണൽ ഫോം അറിയായിരിക്കും, പക്ഷേ അതിലുള്ള പാരാമീറ്റേഴ്സ് എന്തായിരിക്കും? അൺനോൺ ആയിരിക്കും. ഇനി ഈ പാരാമീറ്റേഴ്സ് അസ്യൂം ചെയ്യുന്ന വാല്യൂസ് ഇല്ലേ, ഒരു പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്, ആ പോസിബിൾ വാല്യൂസിൻ്റെ സെറ്റിനെ നമ്മൾ പാരാമീറ്റർ സ്പേസ് എന്ന് പറയും. ഇനി ഫോർ എക്സാമ്പിൾ ടേക്ക് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ വേരിയൻസ് 1 ആണെന്ന് വിചാരിക്കുക. വേരിയൻസ് 1 ആണെങ്കിൽ എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് മീൻ മ്യൂവും വേരിയൻസ് 1ഉം. വേരിയൻസ് 1 ആണെന്ന് തന്നല്ലോ. പിന്നെ ഇതിൽ അൺനോൺ ആയിട്ടുള്ള പാരാമീറ്റർ മ്യൂ മാത്രമല്ലേ ഉള്ളൂ. വേരിയൻസിൻ്റെ വാല്യൂ 1 ആണെന്ന് തന്നു. സോ വേരിയൻസ് എന്താണ്? നോൺ ആണ്. പിന്നെ അൺനോൺ ആയിട്ടുള്ളത് മ്യൂ മാത്രമേ ഉള്ളൂ. സോ മ്യൂ എന്താണ്? മ്യൂ പാരാമീറ്റർ സ്പേസിൽ ഉണ്ടാവും. അതായത് പാരാമീറ്റർ സ്പേസ് എന്ന് പറയുമ്പോൾ മ്യൂവിൻ്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ -ഇൻഫിനിറ്റി ആൻഡ് ഇൻഫിനിറ്റി. ഓക്കെ, ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ. സോ നമുക്കൊരു അൺനോൺ പാരാമീറ്റർ തീറ്റ ഉണ്ടെങ്കിൽ അതിൻ്റെ സെറ്റ് ഓഫ് പോസിബിൾ വാല്യൂസ്, തീറ്റ അസ്യൂം ചെയ്യാൻ, അതായത് തീറ്റ എടുക്കുന്ന പോസിബിൾ വാല്യൂസിൻ്റെ സെറ്റിന് നമ്മൾ പാരാമീറ്റർ സ്പേസ് എന്ന് വിളിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് വായിച്ചു നോക്കുക, അപ്പോൾ അത് ക്ലിയർ ആവും. Now let us consider a random sample. Let us consider a random sample x1, x2, etc. xn of size n from a population with probability function fx theta 1, theta 2, etc. theta k, where theta 1, theta 2, etc. theta k are the unknown population parameters. എന്ത് കൺസിഡർ ചെയ്യുക? ഒരു റാൻഡം സാമ്പിൾ കൺസിഡർ ചെയ്യുക. എന്താണ് നമ്മൾ റാൻഡം സാമ്പിൾ? x1, x2, എക്സെട്ര എക്സ്. നമുക്കൊരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷനിൽ നമ്മളൊരു സാമ്പിൾ എടുത്തു. ആ സാമ്പിൾ x1, x2, എക്സെട്ര എക്സ് എന്നാണ്. സോ സാമ്പിളിൻ്റെ സൈസ് എന്താണ്? n ആണ്. സോ നമ്മളൊരു പോപ്പുലേഷൻ എടുത്തു എന്ന് പറയില്ലേ, ആ പോപ്പുലേഷൻ്റെ ഫംഗ്ഷനാണെന്ത്? പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഇസ് fx തീറ്റ 1, തീറ്റ 2, എക്സെട്ര തീറ്റ k. ഇതിൽ ഈ തീറ്റ 1, തീറ്റ 2, ഈ തീറ്റ k ഇതൊക്കെ എന്താണ്? അൺനോൺ ആണ്. ഓക്കെ, സോ എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്? നമുക്കൊരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷനിൽ നമ്മളൊരു റാൻഡം സാമ്പിൾ എടുത്തു. റാൻഡം സാമ്പിളിൻ്റെ സൈസ് n ആൻഡ് ദാറ്റ് സാമ്പിൾ കൺസിസ്റ്റ് ഓഫ് എലിമെൻറ്റ്സ് x1, x2, എക്സെട്ര xn. ഓക്കെ, ഇനി നമ്മളൊരു പോപ്പുലേഷനാണ് ഈ സാമ്പിൾ എടുത്തതെന്ന് പറഞ്ഞില്ലേ, ആ പോപ്പുലേഷൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ഈ തന്നിരിക്കുന്നത്. f(x) തീറ്റ 1, തീറ്റ 2, എക്സെട്ര തീറ്റ k. ഇതിൽ ഈ തീറ്റാസ്, അതായത് തീറ്റ വാല്യൂസ് ആയിട്ടുള്ള തീറ്റ 1, തീറ്റ 2 ആൻഡ് സോ ഓൺ ടിൽ തീറ്റ k എന്താണ്? അൺനോൺ ആയിട്ടുള്ള പോപ്പുലേഷൻ പാരാമീറ്റേഴ്സാണ്. പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സ് ആണെന്ത്? തീറ്റ 1, തീറ്റ 2, ഈ തീറ്റ k എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെ എന്താണ്? അൺനോൺ ആണ്. തീറ്റാസൊക്കെ അൺനോൺ ആണ്. There will then always be an infinite number of functions of sample values called statistics, which may be proposed as estimates of one or more of the parameters. സോ എന്താണ്? നമുക്ക് ഈ പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള തീറ്റ 1, തീറ്റ 2, തീറ്റ k ഇതൊക്കെ അൺനോൺ ആണെന്ന് പറഞ്ഞില്ലേ. സോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഇതൊന്നും നമുക്ക് അറിയില്ല. ഇതൊക്കെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്തെടുക്കണം. എന്ത് ചെയ്തെടുക്കണം? എസ്റ്റിമേറ്റ് ചെയ്തെടുക്കണം. പോപ്പുലേഷൻ പാരാമീറ്റേഴ്സിനെ നമുക്ക് അറിയില്ല. ദോസ് ആർ അൺനോൺ, സോ വി നീഡ് ടു എസ്റ്റിമേറ്റ് ദം. അത് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുണ്ട്? സാമ്പിൾ വാല്യൂസിൻ്റെ ഫങ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് ഈ കേസിൽ ഇപ്പം തീറ്റ 1, തീറ്റ 2 ഇങ്ങനെ പോയി തീറ്റ k ഇത് നമുക്ക് അൺനോൺ ആണ്, നമുക്ക് അറിയില്ല. സോ നമ്മൾ അത് എന്ത് ചെയ്യാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, വിത്ത് ദി ഹെൽപ്പ് ഓഫ് എസ്റ്റിമേഷൻ തിയറി വി ആർ ഗോയിങ് ടു എസ്റ്റിമേറ്റ് ദം. നമ്മൾ അതിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇത് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? സാമ്പിളിനെ യൂസ് ചെയ്യാം. സോ നമ്മൾ സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? വി ഹാവ് എന്താണ്? ഫങ്ഷൻസ് ഓഫ് സാമ്പിൾ വാല്യൂസ്. സാമ്പിൾ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ സാമ്പിൾ വാല്യൂസിനെ ബേസ് ചെയ്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസ് ഇല്ലേ, അതിനെ എന്ത് പറയുക? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം. അതായത് ഫങ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസ്. സാമ്പിളിൻ്റെ മുകളിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഒരു നല്ല എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഫോൾസ് നിയറസ്റ്റ് ടു ദ ട്രൂ വാല്യൂ ഓഫ് ദി പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ തീറ്റ 1 എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണെന്ന് വിചാരിക്കുക. അതിന് നമ്മളൊരു സാമ്പിളിനെ ബേസ് ചെയ്തിട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ലെറ്റ്സ് സേ എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? x1 + x2 + എക്സെട്ര + xn ഡിവൈഡഡ് ബൈ n. അതായത് സാമ്പിൾ മീനാണ്. സാമ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫംഗ്ഷൻ അല്ലേ. എക്സ് ബാർ വെച്ചിട്ട് നമ്മൾ തീറ്റ 1 അൺനോൺ ആണ്, തീറ്റ 1 എസ്റ്റിമേറ്റ് ചെയ്യണമെന്ന് സപ്പോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സ് ബാർ നല്ല ഒരു എസ്റ്റിമേറ്റ് ആണോ എന്ന് നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
best estimate would be one that falls nearest to the true value of the parameter to be estimated. അതായത് ഈ θ1 ഇതിൻ്റെ ട്രൂ വാല്യൂ ആയിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആണ്. അപ്പോൾ എക്സ് ബാറും θ1 എന്താണ് വളരെ അടുത്തടുത്ത് കിടക്കുന്ന വാല്യൂസ് ആണെന്ന് വിചാരിക്കുക. അപ്പം അതെന്താണ് ബെസ്റ്റായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ആണ്. അതായത് ഇനിയിപ്പം എക്സ് ബാറിൻ്റെ വാല്യൂ ഭയങ്കര ഡിഫറെൻ്റ് ആണ് θ1ൻ്റെ വാല്യൂ എന്നൊന്ന് വിചാരിക്കുക. രണ്ടും രണ്ട് എക്സ്ട്രീമിലുള്ള വാല്യൂസാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ θ1 നല്ലൊരു എസ്റ്റിമേറ്റ് ആണോ? അല്ല. ഇത് നിങ്ങൾ കൃത്യമായിട്ട് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഒരു നല്ല എസ്റ്റിമേറ്റിൻ്റെ ഫീച്ചേഴ്സ് അടുത്തടുത്ത വീഡിയോസിൽ നിങ്ങൾ കാണും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. സോ ബേസിക്കലി നമ്മൾ എസ്റ്റിമേഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് അൺനോൺ ആയിരിക്കും. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്ത് വെച്ചാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? സാമ്പിളിൻ്റെ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്, സാമ്പിൾ വാല്യൂസിൻ്റെ ഫംഗ്ഷൻ ഉപയോഗിച്ച്. ഈ ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയാം. ഓക്കെ. So hence the basic problem of the estimation in the above case can be formulated as follows. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ വൃത്തിക്ക് അവർ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കണ്ടീഷൻ തന്നെ നമ്മളൊരു പോപ്പുലേഷനിൽ നിന്ന് ഒരു റാൻഡം സാമ്പിൾ എടുത്തു. സാമ്പിളിൻ്റെ സൈസ് n ആണ്. എടുത്ത സാമ്പിൾ x1 x2 ആൻഡ് സോ ഓൺ ടിൽ xn. ആ പോപ്പുലേഷൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് എന്ത്, fx, θ1, θ2 എക്സെട്ര θk. ഇതിൽ ഈ θ1 മുതൽ θk വരെ എന്താണ്, അൺനോൺ ആണ്. പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് അൺനോൺ ആണ്. ഓക്കെ. നൗ വി വിഷ് ടു ഡിറ്റർമിൻ ദ ഫംഗ്ഷൻ ഓഫ് ദ സാമ്പിൾ ഒബ്സർവേഷൻസ് t1, θ1 cap, t2, θ2 cap, tk, θk cap, such that the distribution is concentrated as closely as possible near the true value of the parameter. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, സാമ്പിൾ വാല്യൂസിൻ്റെ ഫംഗ്ഷൻ ഇവിടെ നമ്മളിവിടെ t1, t2, tk ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഈ x1, x2 എക്സെട്ര xn ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ലെറ്റ്സ് സേ t1. അത് നമ്മൾ θ1 ക്യാപ്പ് ഓഫ് x1, x2 എക്സെട്ര xn എന്ന് വിളിച്ചു. ഇനി നമ്മളെന്ത് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, t2, ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ ഒബ്സർവേഷൻ. t2 എന്ന് പറയുന്നത് θ2 ക്യാപ്പ് ഓഫ് x1, x2 എക്സെട്ര xn. ഇനി അടുത്തൊരു ഫംഗ്ഷൻ tk, θk ക്യാപ്പ് ഓഫ് x1, x2 എക്സെട്ര xn. എങ്ങനെയാണ് നമ്മൾ ഈ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്? സച്ച് ദാറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഇസ് കോൺസെൻട്രേറ്റഡ് ആസ് ക്ലോസ്ലി ആസ് പോസിബിൾ നിയർ ദ ട്രൂ വാല്യൂ ഓഫ് ദി പാരാമീറ്റർ. ഈ t1ൻ്റെ, t2ൻ്റെ, tk-ൻ്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷൻസ് എന്ത് ചെയ്യണം, പാരാമീറ്റേഴ്സിൻ്റെ ട്രൂ വാല്യൂ ആയിട്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടിരിക്കണം. ഓക്കെ. ഇങ്ങനെ നമ്മളിപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഈ ഫംഗ്ഷൻസിൽ അതിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റേഴ്സ് എന്ന് വിളിക്കുക. സോ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയും, എസ്റ്റിമേറ്റർ എന്ന് പറയും. നമ്മളിപ്പം ഈ അൺനോൺ ആയിട്ടുള്ള θ1, θ2, θk ഇതിനെയൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സാമ്പിൾ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ T1 എന്ന് പറയുന്നത് നമ്മൾ ഈ θ1നെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ T1 ഉപയോഗിക്കുന്നത് എന്തിനാണ്, θ1നെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ T1 എന്താണ്, ഒരു എസ്റ്റിമേറ്റർ ആണ്. സോ T2 ഉപയോഗിക്കുന്നത് θ2നെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ T2 എന്താണ്, T2 is an estimator. ഓക്കെ. ഈ കാര്യം മനസ്സിലായല്ലോ. എസ്റ്റിമേറ്റിംഗ് ഫങ്ഷൻസ് ആർ ദെൻ റെഫേർഡ് ടു ആസ് എസ്റ്റിമേറ്റേഴ്സ്. സോ ഇനി ഈ ഒരു കാര്യം കൂടെ നോക്കാം. ഡെഫിനിഷൻ: any function of the random sample x1, x2 etc. xn that are being observed, say tn of x1, x2 etc. xn is called a statistic. നമുക്ക് ഒരു റാൻഡം സാമ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ്സ് സേ x1, x2 etc. xn. ഈ റാൻഡം സാമ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ, എനി ഫംഗ്ഷൻ ഓഫ് ദ റാൻഡം സാമ്പിൾ x1, x2 എക്സെട്ര xn എന്നുള്ള റാൻഡം സാമ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഏതൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, that are being observed, say tn of x1, x2 എക്സെട്ര xn is called a statistic. റാൻഡം സാമ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കും, സാമ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് വിളിക്കും. ഇനി ക്ലിയർലി എ സ്റ്റാറ്റിസ്റ്റിക് ഇസ് എ റാൻഡം വേരിയബിൾ. സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ റാൻഡം വേരിയബിൾ. ഓർത്ത് വെക്കേണ്ട കാര്യം, സാമ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷനാണ് എന്ത്, സ്റ്റാറ്റിസ്റ്റിക്.
സ്റ്റാറ്റിസ്റ്റിക് എന്നാണ് പറയുന്നത്. സാമ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ സ്റ്റാറ്റിസ്റ്റിക് ആണ്. ഒരു സ്റ്റാറ്റിസ്റ്റിക് എന്താണ്? ഇറ്റ്സ് എ റാൻഡം വേരിയബിൾ. ഇഫ് ഇറ്റ് ഈസ് യൂസ് ടു എസ്റ്റിമേറ്റ് ആൻ അൺനോൺ പാരാമീറ്റർ തീറ്റ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ്സ് കോൾഡ് ആൻ എസ്റ്റിമേറ്റർ. ഇനി നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക് ഒരു അൺനോൺ പാരാമീറ്റർ തീറ്റേനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. നമുക്ക് റാൻഡം സാമ്പിളിൻ്റെ ഫംഗ്ഷനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് വിളിച്ചു. ഇനി നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക് ഒരു അൺനോൺ പാരാമീറ്റർ തീറ്റേനെ എന്താണ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോപ്പുലേഷൻ്റെ പാരാമീറ്റർ തീറ്റ എന്താണ്? അൺനോൺ ആണ്. അറിയില്ല, നമുക്ക് തീറ്റ എന്താണെന്ന് അറിയില്ല. നമ്മൾ അതിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കിനെ ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റാറ്റിസ്റ്റിക്കിനെ നമ്മൾ എന്ത് വിളിക്കും? എസ്റ്റിമേറ്റർ എന്ന് വിളിക്കും. ഇവിടെ ഈ എ ഇല്ല കേട്ടോ, എസ്റ്റിമേറ്റർ എന്ന് വിളിക്കും. ഇവിടെയാണ് ആ എ വരുന്നത്. എസ്റ്റിമേറ്റർ എന്ന് വിളിക്കും. എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് ദ എസ്റ്റിമേറ്റർ സേ Tn ഓഫ് x1 x2 etc. xn is called an estimate of theta. നമ്മളിപ്പോൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സിമ്പിളാണ്, ഒന്നുമില്ല. നമുക്കൊരു റാൻഡം സാമ്പിൾ ഉണ്ട്, x1 x2 etc. xn. ഈ റാൻഡം സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ട്? ഒരു ഫംഗ്ഷൻ ഉണ്ട്. നമുക്കൊരു റാൻഡം സാമ്പിൾ ഉണ്ട്, x1 x2 etc. xn. ഓക്കെ, ഈ റാൻഡം സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്, Tn ഓഫ് x1 x2 etc. xn. അപ്പോൾ ഈ റാൻഡം സാമ്പിളിൻ്റെ ഫംഗ്ഷനെ നമ്മൾ എന്ത് വിളിച്ചു? സ്റ്റാറ്റിസ്റ്റിക് എന്ന് വിളിച്ചു. ഇനി നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക് വെച്ചിട്ട് ഒരു അൺനോൺ പാരാമീറ്റർ തീറ്റ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്കിനെ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ലെറ്റ്സ് സേ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ ആണല്ലോ, ഇതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് വിളിച്ചു. ഇത് വെച്ചിട്ട് നമ്മളൊരു അൺനോൺ പാരാമീറ്റർ തീറ്റ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? വി കോൾ ദിസ് ആസ് എസ്റ്റിമേറ്റർ. അൺനോൺ പാരാമീറ്റർ തീറ്റനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഇതിനെ നമ്മൾ എസ്റ്റിമേറ്റർ എന്ന് വിളിക്കും. ഇനി ഇതിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ അതിനെ നമ്മൾ എന്ത് വിളിക്കും? എസ്റ്റിമേറ്റ് എന്ന് വിളിക്കും. എസ്റ്റിമേറ്ററിൻ്റെ ഒരു പർട്ടിക്കുലർ വാല്യൂവിനെ നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് വാല്യൂവിനെ നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് വിളിക്കും. ഇപ്പോൾ ഭയങ്കര അബ്സേർഡായിട്ട് ഫീൽ ചെയ്യും, ബട്ട് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കാണും എന്താണ് സാമ്പിൾ മീൻ എക്സ് ബാർ ഇസ് എൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ. അപ്പോൾ അതിൽ എന്താണ് എസ്റ്റിമേറ്റർ എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഈ കാര്യം എന്തായാലും നിങ്ങളുടെ മനസ്സിൽ വേണം. അതായത് സാമ്പിളിൻ്റെ ഫംഗ്ഷൻ, റാൻഡം സാമ്പിളിൻ്റെ ഫംഗ്ഷൻ സ്റ്റാറ്റിസ്റ്റിക് ആണ്. ആ സ്റ്റാറ്റിസ്റ്റിക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു അൺനോൺ പാരാമീറ്റർ തീറ്റ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റാറ്റിസ്റ്റിക്കിനെ നമ്മൾ എന്ത് വിളിക്കും? എസ്റ്റിമേറ്റർ എന്ന് വിളിക്കും. ഇനി സാമ്പിളിൻ്റെ ആ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് വാല്യൂ അല്ലെങ്കിൽ എസ്റ്റിമേറ്ററിൻ്റെ ഒരു സ്പെസിഫൈഡ് വാല്യൂവിനെ നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇത് എസ്റ്റിമേറ്റും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉപയോഗിക്കുന്നതാണ് ഇവർ പറയുന്നത്. ഇനി ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ്റ്റിമേറ്റേഴ്സ്. Characteristics of estimators. The following are some of the criteria that should be satisfied by a good estimator. ഒരു നല്ല എസ്റ്റിമേറ്റർ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അൺബയാസ്നെസ്, കൺസിസ്റ്റൻസി, എഫിഷ്യൻസി ആൻഡ് സഫിഷ്യൻസി. ഇതിൽ നമ്മൾ ഓരോ ടേമും ഡീറ്റെയിൽ ആയിട്ട്, അതായത് അൺബയാസ്നെസ് എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, പിന്നെ കൺസിസ്റ്റൻസി, എഫിഷ്യൻസി, സഫിഷ്യൻസി, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. പറഞ്ഞു വരുന്നത് ഒരു നല്ല എസ്റ്റിമേറ്റർ ആവണമെങ്കിൽ ഈ ക്രൈറ്റീരിയാസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയാണത്? 1 അൺബയാസ്നെസ്, 2 കൺസിസ്റ്റൻസി, 3 എഫിഷ്യൻസി, 4 സഫിഷ്യൻസി. ഒരു നല്ല എസ്റ്റിമേറ്റർ ആണെങ്കിൽ ഈ 4 ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോന്നും നമ്മൾ ഇൻഡെപ്തായിട്ട് പഠിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്.